കോക്രോച്ചുകൾ ഇന്ന് സോഷ്യൽ മീഡിയ വിട്ട് തെരുവിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ ദിവസമായിരുന്നു. ജന്തർ മന്ദിറിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭം കണ്ടു. അപ്പോൾ 22 മില്യണോളം ഫോളോവേഴ്സ് CJPക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗുണമൊന്നും ഇന്ന് നമ്മൾ ജന്തർ മന്ദിറിൽ കണ്ടില്ല. ചെറിയൊരു യുവാക്കളുടെ വലിയ രോഷവും അവരുടെ വലിയ പ്രതിഷേധവും ഒക്കെ കണ്ടെങ്കിലും അവരുടെ പ്രവർത്തക പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടില്ല. എങ്കിൽ കൂടിയും അവരവരുടെ വരവ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ വലിയൊരു പ്രതിഷേധ തീയുടെ ഒരു തുടക്കമായി അതിനെ കാണുകയാണ്. അതിന് തുടർച്ചയുണ്ടാകുമെന്ന് അഭിജിത്ത് ദീപ്കെ അവരുടെ പാറ്റകളുടെ തലവൻ ഇന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പുറത്തേക്ക് തെരുവിലിറങ്ങിയതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഞെട്ടിച്ചു കളഞ്ഞോ പാറ്റകൾ എന്നുള്ളതാണ് ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, എങ്ങനെ ഉണ്ടായിരുന്നു ജന്തർ മന്ദിറിൽ ഇന്നത്തെ സമരം? ഞെട്ടിച്ചു കളഞ്ഞില്ല. അങ്ങനെ വെച്ചാൽ അത് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കുറഞ്ഞ ജനപങ്കാളിത്തമാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള സിവിൽ സൊസൈറ്റിയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ അത് വെച്ച് നോക്കിയാൽ പോലും വളരെ കുറഞ്ഞ ജനപങ്കാളിത്തമാണ്. കൂടിപ്പോയ 1000 പേരൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ വിഷ്വലൊക്കെ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതായത് നമ്മൾ ഓൺലൈനിൽ അത്രയധികം ട്രാക്ഷൻ ലഭിച്ച ആ ഒരു എന്താണ് ഒരു സറ്റയർ സാധനത്തിന് ഓൺ ഗ്രൗണ്ടിൽ അത്രയധികം ആളില്ല എന്നുള്ളതാണ്. അത് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ഓൺലൈനിൽ ആ കോഴ്സിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ഇപ്പോൾ ഡൽഹിയിൽ വന്ന് ആ പ്രൊട്ടസ്റ്റിനൊപ്പം ചേരുക എന്ന് പറഞ്ഞാൽ സാധ്യമാണ്. കാരണം ഇന്ത്യ മുഴുവനുള്ള ആളുകളാണ് അതിൽ ചിലപ്പോൾ ചേർന്നുണ്ടാവുക. വിദേശത്തുള്ളവരുണ്ടാവും. വിദേശത്തുള്ളവരും പിന്നെ ഡൽഹിയിൽ ഉള്ള ആളുകളാണ് പിന്നെ അതിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളത്. ഡൽഹിയിൽ തന്നെയുള്ള അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ കഴിയണമെന്നില്ല, പല കാരണങ്ങളാൽ. ഒന്ന്, പ്രത്യക്ഷത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന CJPയുടെ സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അർബൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് യൂത്താണ്. അവരിൽ പലരും BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും പലരും. അപ്പോൾ BJP വോട്ട് ചെയ്യുന്നു, അവരിൽ തന്നെ ഈ സർക്കാരിനെതിരായിട്ടുള്ള രോഷം വരുന്നു. പ്രത്യേകിച്ചും ഈ പറയുന്ന പരീക്ഷാ നടത്തിപ്പിൽ വന്ന ക്രമക്കേടുകളിലും നീറ്റ് എക്സാമിലും CBSEയിലും ഒക്കെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്നാൽ ഈ സർക്കാരിനെ താഴെ ഇറക്കി കളയാം, ഇവരോട് പ്രൊട്ടസ്റ്റ് ചെയ്യാം എന്ന് അവർ കരുതണമെന്ന് നിർബന്ധമില്ല. അവർ ആ കോഴ്സിനെയാണ് പിന്തുണയ്ക്കുന്നത്. നീറ്റ് എക്സാം വൃത്തിയായിട്ട് നടത്തണം, അത് കോമ്പിറ്റൻ്റ് ആയിട്ട് നടത്തണം. അത് ഈ പറയുന്ന ഇയാൾ അതിന് പറ്റില്ല, പ്രൊഫഷണലായിട്ട് നടത്താൻ പറ്റില്ല, ഇയാൾ അതിന് പറ്റിയ പണിക്കാരനല്ല. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം നീറ്റാണ്. നീറ്റ് ധർമ്മേന്ദ്ര അല്ലാണ്ട് മോദി രാജിവെക്കണം എന്നല്ല. മോദി രാജിവെക്കണം എന്നൊക്കെ മുദ്രാവാക്യം അതിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നീറ്റ് വൃത്തിയായിട്ട് പ്രൊഫഷണലായിട്ട് നടത്താൻ ഈ സർക്കാരിന് പറ്റുന്നില്ല. അതിന് പറ്റുന്നൊരു വിദ്യാഭ്യാസ മന്ത്രി വയ്ക്കണം, ആ സിസ്റ്റം നന്നാക്കണം. അതാണ് അതിൻ്റെ കോഴ്സ്. അതല്ലാതെ ഈ BJP മോദി സർക്കാർ കഴിഞ്ഞ് 12 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരുന്ന നയങ്ങളോട് മൊത്തത്തിലുള്ള ഒരു വിരോധമായി അതിനെ കാണാൻ കഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നീറ്റ് വൃത്തിയായിട്ട് നടത്തണം, എന്നാൽ നമുക്ക് ജന്തർ മന്ദിറിൽ പോയി പ്രതിഷേധിച്ച് കളയാമെന്ന് ഈ പറയുന്ന ഈ ഓൺലൈൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിചാരിക്കില്ല. കാരണം അവിടെ ചെന്ന് ചിലപ്പോൾ ലാത്തിയടി ഉണ്ടാവും, ചിലപ്പോൾ ടിയർ ഗ്യാസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നൊക്കെ അവർ ചിന്തിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യം കറക്റ്റാണ്, അത് ഭരണകൂടത്തിനെതിരാണ്. അവരുടെ മാനിഫെസ്റ്റോ, അവർ സറ്റയറായിട്ട് തന്നെ ഉപയോഗിക്കുന്ന മാനിഫെസ്റ്റോയിൽ തന്നെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഒന്ന്, ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, മാധ്യമങ്ങളെ അവർ വിമർശിക്കുന്നുണ്ട്, ഗോദി മീഡിയ വിമർശിക്കുന്നുണ്ട്. മറ്റൊന്ന് എന്താണ്, ഒരു ഇലക്ഷൻ കമ്മീഷൻ അവർ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പൗരന് വോട്ടവകാശം നിഷേധിച്ചാൽ ഇലക്ഷൻ കമ്മീഷനെതിരെ UAPA ചേർത്താം എന്നാണ് അവരതിൽ പറയുന്നത്. വളരെ രൂക്ഷമായിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി ആ പറയുന്ന മാനിഫെസ്റ്റോയെ മുഴുവൻ ഈ പറയുന്ന ഓൺലൈൻ സപ്പോർട്ടേഴ്സ് പിന്തുണയ്ക്കുന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ബേസിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ജനകീയ മുന്നേറ്റം, മണ്ണിലിറങ്ങുന്ന ഒരു ജനകീയ മുന്നേറ്റമായി ഇത് മാറാനുള്ള സാധ്യത തുലവും വിരളമാണ്. അതർവൈസ് ഇന്ന് ജന്തർ മന്ദിറിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായേനെ, അങ്ങനെയല്ലായിരുന്നെങ്കിൽ. കാരണം അതിനുള്ള റീച്ച് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഓൺലൈൻ സപ്പോർട്ടേഴ്സ്, CJPക്ക് ഓൺലൈൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ നീറ്റ് ആയതുകൊണ്ട് അത് എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലും പെട്ട യുവാക്കൾ അതിലുണ്ടായേക്കാം. അവരിൽ പലരും BJPക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കാം. അവർക്ക് BJPയോട് വിരോധമില്ല, നരേന്ദ്രമോദിയോട് വിരോധമില്ല. അവർക്ക് പ്രശ്നം ധർമ്മേന്ദ്ര പ്രധാനോടാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എങ്ങാനും രാജിവെപ്പിക്കുകയോ ഇനി അടുത്ത മന്ത്രിസഭാ ഷഫ്ലിങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത് മാറ്റി വേറൊരു വകുപ്പ് കൊടുത്ത് പകരം വേറെ ആളെ വയ്ക്കുകയും ചെയ്താൽ ഇതങ്ങ് ചീറ്റി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈ പ്രശ്നം തീരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനപ്പുറം ഇപ്പോൾ 12 വർഷമായി തുടരുന്ന മോദി ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം, ആ ജനകീയ മുന്നേറ്റം ഏറ്റവും പ്രതിഫലിക്കേണ്ടത് എവിടെയാണ്? തെരഞ്ഞെടുപ്പിലാണ്. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം. 2024 അത് ഒരു പരിധിവരെ പ്രതിഫലിച്ചു. പക്ഷേ സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലേക്ക് അത് അത്ര പ്രതിഫലിക്കുന്നില്ല. എങ്കിൽ അതിനെതിരായിട്ടുള്ളൊരു വികാരം ഉണർന്നു വരുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ വികാരം, ഏറ്റവും വലിയ സമരം വരേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരാണ്. ഇന്ന്
പച്ചയ്ക്ക് നഗ്നമായി നിഷ്പക്ഷത കൈവെടിഞ്ഞ ഒരു ഭരണഘടനാ സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ വോട്ടവകാശം എടുത്തു കളയുന്നു. ബംഗാളിലും ബീഹാറിലും തെരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമല്ല എന്ന ആക്ഷേപം ഉയരുന്നു. അപ്പോൾ ജനഹിതം രേഖപ്പെടുത്താൻ പോലും അവസരമില്ലാത്ത വിധം അവിടെയാണല്ലോ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഏറ്റവും ശക്തമായി വരേണ്ടത് തെരഞ്ഞെടുപ്പുകളിലാണ്. അപ്പോൾ തങ്ങളുടെ ജനഹിതം രേഖപ്പെടുത്താൻ പോലും അവസരമില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ യഥാർത്ഥത്തിൽ തെരുവിലിറങ്ങേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ആദ്യം വരേണ്ടത്. നീറ്റിനെതിരെയോ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെതിരെയല്ല. അപ്പോൾ അത്രയും വലിയൊരു മാസ് മൂവ്മെൻ്റ് ആവാൻ സാധ്യതകളൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള രോഷമാണ്. ഇത് കുറേ കൂടി ലിമിറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ കിട്ടുന്ന സപ്പോർട്ടിൻ്റെ എണ്ണം വലുതാണെങ്കിലും ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അർബൻ മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് യൂത്താണ് ഈ പറയുന്ന സപ്പോർട്ട് ബേസ്. അതിലപ്പുറം ഈ ഭരണകൂടത്തിനെതിരെ ജനകീയ രോഷം ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഉയർന്നു വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യ വളരെ ഡൈവേഴ്സിഫൈഡ് ആണ്, വളരെ വലുതാണ്, വലിയ പോപ്പുലേഷനാണ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നില്ല. ആ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് ജനങ്ങളെ മൊബൈലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. നേരത്തെ മുമ്പ് ദാവൂദ് സാഹിബ് ഇവിടെ നിരന്തരം പറയുമായിരുന്നു, ഹരിയാനയിൽ വോട്ട് ചോരി നടന്നെന്ന് ആരോപിച്ചിട്ട് ഹരിയാനയിൽ പോലും ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിലാണ് അതിലും വലിയ വോട്ട് ചോരി നടന്നത്. അതിൻ്റെ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. കോൺഗ്രസ് പുറത്തുവിട്ടിട്ടില്ല എപ്പോഴും. കർണാടകയിലെ ഒരു സ്പെസിഫിക് മാത്രമാണ് പുറത്തു വന്നത്. ആന്ധ്രയിൽ എന്ത് നടന്നു എന്നുള്ളത് ഒരു വർഷം കഴിഞ്ഞിട്ട് പരകാല പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നു വോട്ട് ചോരി നടന്നിട്ടുണ്ട് എന്നുള്ളത്. ബംഗാളിൽ എന്താണ് സംഭവിച്ചത് ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും പുറത്തു വരികയും ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താണ് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുകയോ ജനങ്ങളെ മൊബൈലൈസ് ചെയ്യാനോ ജനങ്ങളെ തെരുവിലിറക്കാനോ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. പ്രതിപക്ഷം ദുർബലമാണ് എന്ന് കരുതി, പ്രതിപക്ഷം ദുർബലമാണെന്ന് കരുതി അവരൊരു പണി എടുക്കുന്നില്ല എന്നുള്ളതല്ല, അവരെടുക്കുന്ന പണി പോരാ. ഇപ്പോൾ എടുക്കുന്ന പണി പോരാ ഈ ജനങ്ങളെ മൊബൈലൈസ് ചെയ്യാൻ എന്നുള്ളതാണ്. ഒന്ന്, ഈ പ്രതിപക്ഷം എതിരിടുന്ന മറുവശത്തുള്ള ശക്തി എന്ന് പറയുന്നത് RSS ആണ്. നമ്മൾ BJP മാത്രമേ കാണുന്നുള്ളൂ. കാണാത്ത ഒരു ശക്തി RSS ആണ്. അവർക്ക് ഇന്ത്യ മുഴുവനായി നെറ്റ്വർക്കുണ്ട്. അങ്ങനെ ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്കുള്ള ഏറ്റവും സുസംഘടിതമായ ഒരു സംഘടനയുടെ ചുമലിലേറിയാണ് ഈ ഭരണകൂടം ഭരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻപ് ഇതിലും വലിയ മർദ്ദക ഭരണകൂടങ്ങൾക്കെതിരെ ഇന്ത്യയിൽ വലിയ തോതിലുള്ള ജനകീയ രോഷങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ. ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ, നിർഭയ സമരം, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, ഇതൊക്കെ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭരണകൂടത്തിനെതിരെ അങ്ങനെ ഒന്നും വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മറുവശത്ത് നിൽക്കുന്ന ശക്തിയുടെ ധാർമ്മികത വളരെ പ്രധാനമാണ്. ഞാൻ അതിലാണ് പ്രധാനമായിട്ടും അടിവരയിടുന്നത്. ഒരു ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയാണ്. ആ പ്രൊട്ടസ്റ്റിനെ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ ഭാഗമായുള്ള ആളുകൾ അതിനെ കാണുന്നതിന് അവർക്ക് അവരുടേതായ ധാർമ്മിക വീക്ഷണകോണിലാണ് അതിനെ കാണുക. ജനങ്ങൾ നമുക്കെതിരെ രോഷാകുലരാണ്, എന്നാൽ അവരുടെ പ്രശ്നം കേട്ട് കളയാം, ആ പ്രശ്നം പരിഹരിക്കാം, അങ്ങനെ ആ ജനരോഷം അടക്കാം, എന്നിട്ട് നമുക്ക് അധികാരത്തിൽ തുടരാം. ഇതൊരു ധാർമ്മികമായ സ്റ്റാൻഡ് പോയിൻ്റാണ്. ഇങ്ങനെയൊരു സ്റ്റാൻഡ് പോയിൻ്റേ ഇല്ലാത്ത ശക്തികളോടാണ് ജനങ്ങൾ സമരം ചെയ്യുന്നത്. അത് നമ്മൾ കർഷക സമരത്തിൽ കണ്ടതാണ്, പൗരത്വ പ്രക്ഷോഭത്തിൽ കണ്ടതാണ്, രോഹിത് വെമുലയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാർത്ഥികളുടെ സമരത്തിലും JNUയിലും ജാമിയയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും നമ്മളത് കണ്ടതാണ്. കാരണം ആ ഭരണവർഗത്തിൻ്റെ, അതായത് ഇപ്പോൾ ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ധാർമ്മികതകളുണ്ടാവും. കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു ധാർമ്മികത ഉണ്ടാവും, കോൺഗ്രസ്സിന് വേറൊരു ധാർമ്മികത ഉണ്ടാവും, മാവോയിസ്റ്റുകൾക്ക് മറ്റൊരു ധാർമ്മികത ഉണ്ടാവും. ഇനി ഓരോ മതവിഭാഗങ്ങൾക്കും, ക്രിസ്ത്യാനിറ്റിക്ക്, ഹിന്ദുയിസത്തിന്, ഇസ്ലാമിനൊക്കെ ഇതിനും പലവിധ ധാർമ്മികത ഉണ്ടാവും. സംഘപരിവാറിൻ്റെ ധാർമ്മികത എന്താണ്? അത് ഹിന്ദുത്വ ധാർമ്മികതയാണ്. ആ ധാർമ്മികതയിൽ എതിരാളിയെ, ശത്രുവിനെതിരെ നിങ്ങൾക്ക് എന്തും ആവാം എന്നുള്ളതാണ് അവരുടെ ധാർമ്മികത. അത് സവർക്കർ എഴുതി വെച്ചിട്ടുള്ളതാണ് പുസ്തകത്തിൽ. എന്തും ആവാം, കള്ളം പറയാം, ചതിക്കാം, എതിരാളിയുടെ സ്വത്തിനെയും സ്ത്രീകളെയും കവരാം, റേപ്പ് ചെയ്യാം, റേപ്പ് പോലും ചെയ്യാം എന്നാണ് സവർക്കർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള മോറൽ വാല്യൂസും, ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മോറൽ വാല്യൂസും പാലിക്കേണ്ടതില്ലാത്ത, അതിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ധാർമ്മികതയിൽ വിശ്വസിക്കാത്ത ഒരു ഭരണകൂടത്തോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രൊട്ടസ്റ്റിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതിനു മുമ്പ് ഈ പ്രൊട്ടസ്റ്റ് നടത്താൻ ജനങ്ങളെ മൊബൈലൈസ് ചെയ്യാൻ ഈ പ്രതിപക്ഷത്തിന് കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ രണ്ട് വെല്ലുവിളികൾ ഇന്ന് ഇന്ത്യ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുന്ന CJPയുടേത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, വളരെ ചെറിയ ഇട്ടാവട്ടത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു പ്രൊട്ടസ്റ്റ് മാത്രമായി ഒതുങ്ങും ഇതിനു മുമ്പ് നടന്ന പ്രൊട്ടസ്റ്റുകളെ അപേക്ഷിച്ച്. യെസ്, നിഷാദ്, ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഇടിമുഴക്കങ്ങൾക്ക് തുടക്കമിട്ടൊരു മണ്ണാണ് ജന്തർ മന്ദർ. ഇപ്പോൾ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, ആം ആദ്മി പാർട്ടിയുടെ ഉദയം, UPA സർക്കാരിൻ്റെ പതനം, അതിനൊക്കെ കാരണമായൊരു സമരത്തിനും ജന്തർ മന്ദർ തന്നെയാണ് വേദിയായത്. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ സമരം അങ്ങനെ വലിയൊരു ഇടിമുഴക്കത്തിന് തുടക്കമായിട്ട് കാണാൻ കഴിയുന്ന ഒന്നാണ്. എനിക്ക് അങ്ങനെ ഒരു വലിയ എന്താണ്
മൂവ്മെൻ്റായിട്ട് വരുമെന്ന് വിചാരിക്കാൻ, ഒരു ഓഫ്ലൈൻ മൂവ്മെൻ്റായിട്ട് വരുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയുള്ള ഒരു സംഗതി അല്ല അത്. കാരണം ആളുകൾ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ഓൺലൈനിൽ അവരുടെ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊരു സാധാരണ റീൽ, ഒരു സാധാരണ ലോക്കൽ ഇഷ്യൂ ഇട്ടാൽ പോലും ചിലപ്പോൾ 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയും അതിനെ പിന്തുണയ്ക്കുകയും അതിനകത്ത് അഗ്രസീവ് ആവുകയും ഒക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം 1.5 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ കണ്ട ഏറ്റവും കൂടുതൽ കമൻറ്റുകളിലൊന്ന്, അയാളെ കൊല്ലാൻ ഫോർ ദ പീപ്പിൾ പോലെ 4 പേര് വേണം, ഞാൻ ഒരാളുണ്ട്, ബാക്കി എത്ര 3 പേരെ കിട്ടണം എന്നാണ് ഒരാളുടെ കമൻറ്റ്. ആ കമൻറ്റിന് താഴെ 100 കണക്കിന് ചെറുപ്പക്കാർ വന്ന്, മൂന്നാമതിൽ ഒരാൾ ഞാൻ, ബാക്കി ഒരാൾ ഞാൻ, ഇനി ഒരാളെ കൂടെ കിട്ടിയാൽ മതി. അങ്ങനെ ആ 4 സംഘത്തിൽ ഞാൻ വരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാരെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. ആരെ കൊല്ലാൻ? 1.5 വയസ്സുകാരനായ കുഞ്ഞിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ കൊല്ലാൻ. ഈ നിയമം ഇവിടെ പോരാത്തതാണ്, ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരെ കണ്ടു. എന്ന് വെച്ച് നാളെ അവരെല്ലാം കൂടെ ഇറങ്ങിയിട്ട് കൊല്ലാൻ വരുമോ? ഇല്ല. അതൊരു വൈകാരിക പ്രകടനമാണ്, രോഷപ്രകടനമാണ്. ആ രോഷപ്രകടനം ഓഫ്ലൈനിൽ ആ നിലയ്ക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ആ നിലയ്ക്ക് പ്രതിഫലിക്കുന്നു വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. നമ്മൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി മാത്രമല്ല, ഓരോ ദിവസവും സാമൂഹിക അനീതിയുമായി ബന്ധപ്പെട്ടും ഭരണ സംവിധാനങ്ങളുടെ വിയോജിപ്പുമായി ബന്ധപ്പെട്ടും ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങളോട് വലിയ തോതിലാണ് റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. പക്ഷേ അവയെല്ലാം നാളെ വോട്ടായി മാറുമെന്നോ അവയെല്ലാം ഒരു സമരത്തിൻ്റെ രൂപത്തിൽ തെരുവിലേക്ക് വരുമെന്നോ വിചാരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഓൺലൈനിൽ രൂപപ്പെട്ടുള്ള ഈ CJP ഒരു മൂവ്മെൻറ്റായി മാറുന്നു എന്ന് കാണാൻ നിവൃത്തിയില്ല. അങ്ങനെ ആയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് ആളുകൾ ട്രിഗർ ചെയ്യുകയും അതിപ്പോൾ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാക്കുകയും സന്ദർഭം നമുക്കറിയാം. പക്ഷേ ആ നിലയ്ക്ക് ഇത് ഡെവലപ്പ് ചെയ്യില്ല. എന്തുകൊണ്ട് ആൾ കൂടിയില്ലെന്ന് ചോദിച്ചാൽ പല കാരണം വേണമെങ്കിൽ പറയാം. ഒന്നാമത്, കേന്ദ്ര സർക്കാർ ഇത് വിദേശ ഗൂഢാലോചനയാണ്, സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത പദ്ധതിയാണ്, ഇത് മറ്റു പല രാജ്യങ്ങളിലും കണ്ടല്ലോ, നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ കണ്ടതുപോലുള്ള പരിപാടിയാണെന്നൊരു നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് സീരിയസ് ആണ്. അപ്പോൾ ആ സമരത്തിലേക്ക് നമ്മൾ ഫിസിക്കലി ചെന്ന് ഇറങ്ങിക്കൊടുത്താൽ, ഒമർ ഖാലിദുമാരെ ഓർമ്മയുള്ളവരായിരിക്കും ഒരു ചെറുപ്പക്കാർ, നമ്മൾ ഇറങ്ങിക്കൊടുത്താൽ സർക്കാർ വല്ല UAP പിടിച്ചകത്തിടുക, കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, ഏത് കേസും എടുക്കാം. ഈ ഗവൺമെൻറ്റിന് അത്തരം ഒരു തത്വദീക്ഷയില്ല. ആ ഭയപ്പാട് ആളുകളെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ അതൊരു ഘടകമായിരിക്കാം. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ CJPയിൽ ആൾക്കാർ ഫോളോ ചെയ്തിട്ടുള്ളത്. അവർക്കെല്ലാം കൂടെ ഡൽഹിയിൽ വരിക എന്നുള്ള പോസിബിൾ ആയിട്ടുള്ള കാര്യവുമല്ല. ആദ്യത്തേലാണ് ഞാൻ ഊന്നുന്നത്, ആളുകളുടെ ധാർമ്മിക രോഷം, പെട്ടെന്നുള്ള രോഷം അവർ രേഖപ്പെടുത്തുന്നവർ ലൈക്ക് അവർ ഫോളോ ചെയ്യും ബട്ടൺ ഞെക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം അതെല്ലാം ഒരു വലിയ മൂവ്മെൻറ്റായി മാറുന്നു എന്നുള്ളതല്ല. രണ്ട്, ഈ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ ആളുകൾക്ക് ഇനിയിപ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടെന്ന് തന്നെ വിചാരിക്കുക, ഇതെല്ലാം മനസ്സിലുണ്ട്, നാളെ പോയി വോട്ട് ചെയ്യാം, അതും ഇതുപോലെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണല്ലോ, വലിയ ആരും അറിയത്തില്ല, അതിൻ്റെ ഒരു UAP ഒന്നും കിട്ടത്തില്ലല്ലോ. പക്ഷേ ഞാൻ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ ഉപയോഗിച്ചത് ഇന്ത്യയെ മൊത്തം ക്ലീൻ ആക്കേണ്ടതുണ്ട്, അഴിമതിരഹിതമാക്കേണ്ടതുണ്ട്, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയ ചെറുപ്പക്കാരെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്, ഇനി എല്ലാവരും ഇന്ത്യയിലേക്ക് മടങ്ങി വരും. അങ്ങനെയുള്ള വലിയ വികസന വാചാടോപം മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം 2014 അധികാരത്തിൽ വരുന്നത്. വർഗീയത മാത്രമൊന്നുമല്ല. പക്ഷേ ആ വികസന വാചാടോപം അദ്ദേഹത്തിന് പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. വർഷം 2 കോടി തൊഴിലവസരങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു വരികിൽ പല വാഗ്ദാനങ്ങൾ നൽകി, അതൊന്നും പാലിക്കാൻ പറ്റിയില്ല. 2019 2019 എന്ത് ചെയ്തത്? ഇതേ വികസന വാഗ്ദാനങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത്, തികഞ്ഞ വർഗീയത പറയാണ്, പരമാവധിയിൽ വർഗീയത പറയുന്നത് കണ്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലെ സ്ട്രാറ്റജി മാക്സിമത്തിൽ വർഗീയത പറയുക എന്നുള്ളതായിരുന്നു. 2019 കഴിഞ്ഞു, 2024 ആളുകൾ ഈ വർഗീയതയുടെ വിഷം കുടിച്ചതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്, ഒരു സാച്ചുറേഷനിലെത്തി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ നാട് നീളെ നടന്ന് പറയുന്ന ഈ SIR അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. മൂന്നാമത് ജയിക്കാൻ വേറൊരു ഉപാധി സ്വീകരിച്ചു എന്നാണ് ഒരു വിമർശനം. അതും എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഇപ്പം 4ാമത് ജയിക്കണം, എന്ത് ചെയ്യും? 4ാമത് ജയിക്കാൻ ഈ അഴിമതി രാഹിത്യം പറഞ്ഞിട്ടോ തൊഴിൽ വാഗ്ദാനം നൽകിയിട്ടോ വർഗീയത പറഞ്ഞാൽ ഒരു പരിധിയിലേ പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഡീലിമിറ്റേഷൻ കൊണ്ടുവരികയാണ്. ഒരു കാലത്തും BJP തോൽക്കാൻ കഴിയാത്ത വിധമുള്ള ഡീലിമിറ്റേഷനും കൊണ്ടുവന്നിട്ട്, അപ്പോൾ അടുത്ത തവണ ജയിക്കാൻ ഉപയോഗിക്കുന്ന വേറെ ഒരു മാർഗ്ഗമാണ്. നിങ്ങളുടെ മനസ്സിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന് വികാരമുണ്ടെങ്കിൽ, ഇപ്പോൾ സംഭവിച്ചതാണ് SIR വഴി ഒരു വിഭാഗം ആളുകൾക്ക് സർക്കാരിനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മമതാ ബാനർജി തുടരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളൊരു CJP എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റായിട്ട് ഇറങ്ങിയിട്ട് നാളെ സർക്കാരിനെ തോൽപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചാലും ഈ വരുന്നവന്മാർക്കെല്ലാം വോട്ട് ചെയ്യാൻ ആര് തീരുമാനിക്കണം? ഓളിയും തീരുമാനിക്കണം. അപ്പോൾ അവർ ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് ഇത്തരം പ്രക്ഷോഭങ്ങളെ, മൂവ്മെൻറ്റുകളെ, പ്രതിഷേധങ്ങളെ, മനുഷ്യൻ്റെ രോഷത്തെ ഗവൺമെൻറ് പരിഗണിക്കാത്തത്? നിങ്ങളുടെ രോഷം നിങ്ങളുടെ പോക്കറ്റ് വെച്ചാൽ മതി. അത് വോട്ടാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആര് നിയമിക്കുന്ന, ആരുടെ താല്പര്യത്തിന് ഒപ്പിച്ചു പോകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ഈ മൂവ്മെൻറ്റുകൾ എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ പരിമിതാവസ്ഥ ഇതാണ്. ഗവൺമെൻറ് വേറെ വഴിക്ക് ഓൾറെഡി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഏതെങ്കിലും ഹോപ്പ്ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളെ അവർക്ക് രേഖപ്പെടുത്താൻ കഴിയുന്ന പ്രോപ്പർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കാനും ആ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു സംവിധാനമാക്കി മാറ്റാനും കഴിയുക എന്നതിലാണ് മുഴുവൻ പേരും വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഏത് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ആ മൂവ്മെൻ്റ് എല്ലാം അവസാനത്തെ അത്
ഒഴുകിയെത്തേണ്ട അറബിക്കടലിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രോസസ്സാണല്ലോ. ആ പ്രോസസ്സ് പക്കയല്ലെങ്കിൽ, ആ പ്രോസസ്സ് സുതാര്യമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സോ ആ പ്രോസസ്സ് ഫിക്സ് ചെയ്യാൻ, അത് സത്യസന്ധമാക്കാൻ, സുതാര്യമാക്കാൻ, എല്ലാവർക്കും ട്രസ്റ്റുള്ള ഒന്നാക്കി മാറ്റാനുള്ള പ്രയത്നത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ പണിയെടുത്തിട്ടില്ല എങ്കിൽ ഈ മൂവ്മെൻറ്റുകളിലൊന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയെടുക്കാൻ, അതിനെ നന്നാക്കാനുള്ള ജനകീയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയായിരുന്നാണ്. അല്ലാതെ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാമിലെ 22 മില്യൺ ഒന്നും ആയിരിക്കില്ല ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾക്ക് പേടിയുണ്ടാവുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമർ ഖാലിദിനെ പേടി കാണുന്ന ആളുകൾ. അതിനപ്പുറം പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതി ഇന്ത്യയെ സൃഷ്ടിക്കണം. ആ സൃഷ്ടിക്കുന്നതിന് നിരന്തരമായിട്ടുള്ള സമരങ്ങൾ, എക്സസൈസുകളാണ് വേണ്ടത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ ഈ വളരെ പൊടുന്നനെ ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ, ഇന്ത്യ സഖ്യം എന്നൊക്കെ പേരുള്ള സാധനമില്ലേ, അതുകൊണ്ട് മറികടക്കാൻ കഴിയുന്ന ഒരു പ്രതിസന്ധിയിലല്ല ഇന്ത്യ വന്ന് പെട്ടിട്ടുള്ളത്. അതിനപ്പുറം ഇന്ത്യയെ തിരിച്ചെടുക്കാൻ വേണ്ടത് വലിയ അധ്വാനമാണ്. അതിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നാളെ പ്രധാനമന്ത്രിയാവാൻ പറ്റുമോ, അടുത്ത ഇലക്ഷനിലാകാൻ പറ്റുമോ, ഐ എം നോട്ട് ഷുവർ. അല്ലെങ്കിൽ നമ്മൾ ഈ 3 പേർ നമ്മുടെ നല്ല കാലത്ത് നമുക്ക് അല്ലെങ്കിൽ ഈ രാജ്യം വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും പോയിട്ട് കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് പ്രവേശിക്കുന്നത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാലും ഐ എം നോട്ട് ഷുവർ. പക്ഷേ അതിനുവേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ നിർവഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. RSS എത്ര വർഷം പണിയെടുത്തിട്ടാണ് അവരുടെ അധികാരത്തിൽ വന്നത്, അല്ലേ? 100 വർഷം അത് പണിയെടുത്തു അതിൻ്റെ സമഗ്രാധികാരത്തിൽ വരാൻ, അത്രയും ക്ഷമയോടെ. അതിനെ തിരിച്ചിറക്കി വിടാൻ 50 വർഷങ്ങളിൽ ചിലപ്പോൾ പണിയെടുക്കേണ്ടി വരുമായിരിക്കും. അതാണ് പരകാല പ്രഭാവർ പറയുന്നത്. സോ അതുകൊണ്ട് വർക്ക് ചെയ്യേണ്ട കോർ ഏരിയ അവിടെ കിടക്കുകയാണ്. അതിൽ വർക്ക് ചെയ്യാതെ നിങ്ങൾ വേറെ എവിടെ വർക്ക് ചെയ്തിട്ടും അതിൻ്റെ ഫലം വരേണ്ട സ്ഥലത്ത് അതിൻ്റെ വാൽവ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലേ. സോ എനിക്ക് തോന്നുന്നു ആ പോയിൻ്റ് അതാണെന്നാണ്.